സിറിയയിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ പുകയുന്നുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് പ്രശ്നം രൂക്ഷമാകാനുള്ള കാരണം അതീവ ഗുരുതര സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നു പോകുന്നതുകൊണ്ടാണ്. വിമത ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ സിറിയയിലെ അലപ്പോയിൽ അടുത്തിടെ നടന്ന അപ്രതീക്ഷിത ആക്രമണം എവിടെയാണ് ചെന്ന് കൊള്ളുന്നതെന്ന് നിരീക്ഷിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ആശങ്ക വീണ്ടും വർദ്ധിക്കുന്നു. ഈ ഒരൊറ്റ ആക്രമണത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള നയതന്ത്ര പ്രതിസന്ധിയാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐഎസിനെതിരെ പോരാടാൻ ഉറച്ച് ഏകദേശം 1000 അമേരിക്കൻ സൈനികരെ സിറിയയിൽ വിന്യസിച്ചിരിക്കുന്നതിനാൽ ബന്ധം തകരാതെ നോക്കേണ്ട ആവശ്യവും അത്യന്താപേക്ഷിതമാണ്. ഇതാദ്യമായാണ് വിമത സൈന്യം സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോ പിടിച്ചെടുത്തിരിക്കുന്നത്, അതും അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യമുള്ള മേഖലയിൽ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് പെന്റഗൺ സെക്രട്ടറി മേജർ പാറ്റ് റൈഡറുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ പ്രമുഖ റിബൽ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷാം ആണെന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവന്റെ പ്രസ്താവനകൾ അമേരിക്കയുടെ നിലപാടിലേക്ക് വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. തങ്ങൾ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാണെന്നാണ് സള്ളിവൻ അംഗീകരിക്കുന്നുണ്ട്. ഒപ്പം HTSന്റെ തീവ്രവാദ ബന്ധങ്ങളെ US ശക്തമായി അപലപിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ജബത്ത് അൽ നുസ്രയിൽ വേരുകളുള്ള ഗ്രൂപ്പിന്റെ അൽ ഖ്വയ്ദയുമായുള്ള ബന്ധത്തിൽ. അതേസമയം അസദ് സർക്കാരിലും അമേരിക്കൻ ദേശീയ ഉപദേഷ്ടാവ് സംതൃപ്തി പ്രകടിപ്പിച്ചു. റഷ്യ, ഇറാൻ, ഹിസ്ബുള്ള എന്നിവരുടെ പിന്തുണയുള്ള അസദ് ഭരണകൂടത്തിന്റെ വെല്ലുവിളികളേക്കാൾ നിലവിൽ US ആകുലപ്പെടുന്നത് HTSന്റെ വളർച്ചയാണെന്നാണ് അമേരിക്കൻ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അബൂ മുഹമ്മദ് അൽ ജുലാനി രൂപീകരിച്ച HTS അൽ ഖ്വയ്ദയുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് പറയുന്നതെങ്കിലും US ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അസദ് ഭരണകൂടത്തിനെതിരെ പോരാടുന്നവരിൽ നിർണായക ശക്തിയാണെങ്കിലും തീവ്രവാദി ഗ്രൂപ്പുകളായി കണക്കാക്കുന്നവരിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതിനൊപ്പം IS വിരുദ്ധ ദൗത്യം നിലനിർത്തേണ്ട ഒരു അന്തരീക്ഷം നിയന്ത്രിക്കുക എന്ന പ്രയാസകരമായ ദൗത്യവും US നേരിടുന്നുണ്ട്. അതിനിടെ സിറിയയിൽ വർദ്ധിച്ചുവരുന്ന അശാന്തി അസദ് ഭരണകൂടത്തിന്മേൽ ചുമത്തിയിരിക്കുന്ന US ഉപരോധത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അസദിന്റെ സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലും ജനാധിപത്യ വിരുദ്ധതയും തുടരുന്നതിനാൽ ഉപരോധം നീക്കില്ലെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ആവർത്തിക്കുന്നത്. ഈ ഉപരോധങ്ങൾ 2011 മുതൽ നിലവിലുണ്ട്. സിറിയൻ ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അസദിനെ എതിർക്കുന്ന ആരുമായും സൗഹൃദം ചേരുന്നത് അമേരിക്കയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. സിറിയയിലെ US സേന ISനെതിരെയുള്ള കരയുദ്ധത്തിലാണ്. അതവർക്ക് ഒട്ടും കഠിനമല്ലാത്ത രീതിയിലാണ് തുടരുന്നതും. അലപ്പോയിൽ നിന്ന് വളരെ അകലെയാണ് US സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ആ മേഖലയിലെ അസ്ഥിരത ഏറ്റുമുട്ടൽ സാധ്യതകൾ ഉയർത്തുന്നുണ്ട്, പ്രത്യേകിച്ച് റഷ്യയുമായി. അസദ് ഭരണകൂടത്തിനെതിരായ സമീപകാല ആക്രമണത്തിന് മറുപടിയായി റിബൽ ഗ്രൂപ്പുകൾക്കെതിരെ റഷ്യ വ്യോമാക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് റഷ്യ-US ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. ഇത്തരം ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുമായി US റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർ മുൻകൂട്ടി സ്ഥാപിച്ച ഒരു ഹോട്ട്ലൈൻ വഴി ആശയവിനിമയം നടത്തിയിരുന്നു. ചർച്ചകൾ നടത്തുന്നതിനുള്ള പ്രധാന കാരണം ഇരു സൈന്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനാണ്. ഈ സങ്കീർണതകൾ നിലനിൽക്കെ തന്നെയാണ് US സൈന്യം സിറിയയിൽ നേരിടുന്ന ആക്രമണങ്ങളും. കഴിഞ്ഞയിടയ്ക്ക് അവർ ഒരു റോക്കറ്റ് ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സംഭവങ്ങൾ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന US ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകട സാധ്യതകളെ ഉയർത്തിക്കാട്ടുന്നതാണ്. വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിലും USന് ഒന്നിലധികം ലക്ഷ്യങ്ങളും അതോടൊപ്പം നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ബന്ധങ്ങളുടെ അനിവാര്യതയും മുന്നിലുണ്ട്. ISനെതിരെയുള്ള പോരാട്ടം അവർക്ക് തുടരണം. അതേസമയം റഷ്യയുമായുള്ള ബന്ധത്തിൽ വീഴ്ചകൾ വരാതെ കൈകാര്യം ചെയ്യണം. ആഭ്യന്തര യുദ്ധം ദുരന്തം വിതച്ച സിറിയയിലെ മനുഷ്യസമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും അവർ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് അതീവ ദുഷ്കരമാണ്. തങ്ങളുടെ സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരേപോലെ വരുതിയിൽ നിർത്തേണ്ടി വരും. പ്രത്യക്ഷത്തിൽ അമേരിക്കയ്ക്ക് അവരുടെ നിലപാടുകളിൽ വിജയിക്കാനാകുന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല.